ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന വിഷയം 250 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അന്ധകാര യുഗത്തിലെ പല സംഘടനകൾ എഴുന്നേറ്റു എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഘടനയാണ് എരിവുകാരെ. ഇവരുടെ ആശയം എന്ന് പറയുന്നത് യഹൂദന്മാരല്ലാത്തവർ ഇവിടെ ഭരിക്കാൻ പാടില്ല, യെരുശലേമിൽ യഹൂദനെ അല്ലാത്തവരോട് താമസിക്കാൻ പാടില്ല എന്നുള്ള ആശയത്തോടുകൂടി ഉണ്ടാക്കിയതായ ഒരു സംഘടനയാണ് എരിവുകാർ. ഇവർ ഭൂരിഭാഗവും ശക്തന്മാരും അതുപോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ളതായ ഒരു വിഭാഗമായിരുന്നു. യേശുവിന്റെ കാലത്ത് ഇവർ പ്രബലപ്പെട്ടിരുന്ന കാലമായിരുന്നു. ആ കൂട്ടത്തിൽ പെട്ടവനായിരുന്നു ഒരു ശീമോൻ. അവരുടെ പേര് എരിവുകാരനായ ശീമോൻ എന്നാണ്. താൻ അതെല്ലാം വിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി കർത്താവിന്റെ ശിഷ്യനായി തീർന്നു. എങ്കിലും അദ്ദേഹത്തെ അറിയപ്പെടുന്നത് എരിവുകാരനായ ശീമോൻ. ലൂക്കോസ് 6:15 ക്രൂശിൽ രക്ഷിക്കപ്പെട്ട കള്ളനെ ഇന്നും പരിചയപ്പെടുത്തുന്നത് രക്ഷിക്കപ്പെട്ട കള്ളൻ എന്നാണ്. ഒരു പേര് വന്നാൽ അത് മാറാൻ ബുദ്ധിമുട്ടാണ്. എരിവുകാരെ ആയുധമെടുത്ത് പോരാടുവാനും എതിരാളികളെ നിഷ്പ്രയാസം കൊല്ലുവാനും ആ നിലവാരത്തിലുള്ള ഒരു സംഘടനയായിരുന്നു. ഇവരുടെ ഉദ്ദേശം യഹൂദൻ മാത്രമായിരിക്കണമെന്ന്. പക്ഷേ ആ ഉദ്ദേശം ദൈവികമല്ലായിരുന്നു, അത് മാനുഷികമായിരുന്നു. ഇവരുടെ കൂട്ടത്തിൽ ഒരുപാട് ശക്തന്മാരായ കൊലപാതകന്മാരുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ടവനാണ് ബറബാസ്. ബറബാസിന്റെ ആശയം എന്ന് പറയുന്നത് ഇവരെ കൊലപാതകം നടത്തി ഭീരുത്വങ്ങൾ ഉണ്ടാക്കി ജനത്തെ ഭയപ്പെടുത്തുക. അങ്ങനെ അന്നത്തെ ഭരണകൂടത്തിനെതിരെയുള്ളതായ ഒരു വലിയ സംഘടനയായിരുന്നു ഈ എരിവുകാരുടെ സംഘടന. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിന് വേണ്ടി പല കോടതികൾ കയറ്റിയിറക്കി. അവസാനം പീലാത്തോസിന്റെ മുമ്പിൽ യേശുവിനെ ഹാജരാക്കിയപ്പോൾ പീലാത്തോസിന്റെ ഭാര്യ ഒരു സ്വപ്നം കണ്ട് ആ കാര്യത്തിൽ വ്യാകുലനായി തീർന്നപ്പോൾ തനിക്ക് പെട്ടെന്ന് ഒരാശയം തോന്നി. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഈ യഹൂദന്മാരുടെ പെരുന്നാളിൽ ഒരാളെ ഫ്രീ ആക്കണം. അതിനുവേണ്ടി ഏറ്റവും ക്രൂരനായിരിക്കുന്ന ബറവാസിനെ കൊണ്ടു നിർത്തി, യേശുക്രിസ്തുവിനെയും കൊണ്ടു നിർത്തി. പീലാത്തോസ് ചോദിച്ചു, ആരെ സ്വതന്ത്രനായിട്ട് വിടണം, ആരെ വിടണമെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഈ കൊലപാതക കേസിലെ പ്രതിയായി ഭീകരനായിരിക്കുന്ന ബറവാസിനെ പുറത്തു വിടണമെന്ന് അദ്ദേഹം ചിന്തിച്ചതേയല്ല. എന്തായിരുന്നാലും വേണ്ടില്ല, യേശുവിനെ ഈ ക്രൂശിൽ നിന്നും, അല്ലെങ്കിൽ ഇവര് പറയുന്ന അനുസരിച്ച് ക്രൂശ് മരണത്തിൽ ഒഴിവാക്കി കിട്ടുമെന്ന് പീലാത്തോസ് വിചാരിച്ചാണ് ആ ചോദ്യം ചോദിച്ചത്. മത്തായി സുവിശേഷം 27:21 നോക്കിക്കോണം. ആ യഹൂദന്റെ ഹൃദയത്തിന്റെ കഠിനമായ കാര്യം, യേശുവിനെ ക്രൂശിക്കുക, ബറബാസിന് സ്വാതന്ത്ര്യം കൊടുക്കുക. ഇന്നത്തെ ലോകം ഇത് തന്നെയാണ് സഹോദരങ്ങളെ. ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ ഇതാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക, ചിന്തിക്കുക. യേശുവിനെ ക്രൂശിക്കുക, നിരപരാധി യേശുവിനെ ക്രൂശിക്കുക.
ആ കൊള്ളക്കാരനെ, ആ കൊലപാതക കേസിൽ പ്രതിയെ ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കും. കാരണം ഇവർ ചിന്തിക്കുന്നത് യേശു ക്രിസ്തു ഇവിടെ രാജ്യമൊന്നും സ്ഥാപിക്കുകയില്ല. യേശു ഇങ്ങനെ കുറച്ച് അത്ഭുതങ്ങളും കുറച്ച് അടയാളങ്ങളൊക്കെ നടത്തി തന്റെ ഈ പുത്രനാണെന്നും ദൈവരാജ്യത്തെ പറ്റി പ്രസംഗിച്ച് നടക്കൂ എന്ന് വിചാരിച്ചതേ ഉള്ളൂ. കാരണം അതിനകത്ത് അവർ മനസ്സിലാക്കിയ ഒരു പ്രത്യേക കാരണമുണ്ട്. കിഴക്കിന്ന് വന്ന വിദ്വാൻമാര് ചോദിച്ച ചോദ്യം, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? പക്ഷേ ഇവൻ ഇത്രയും നാളായിട്ട് ഒരു രാജാവുമാകുന്നില്ല, ഒന്നുമാകുന്നില്ല. ഇവനെ കൊണ്ടൊരു പ്രയോജനമില്ല. ഇനിയും ബറബാസിനെ കൊണ്ട് മാത്രമേ പ്രയോജനമുള്ളൂ എന്ന് വിചാരിച്ചാണ് അവര് പറഞ്ഞ യേശുവിനെ ഇനി ക്രൂശിക്കുക, അവനെ വേണ്ട. ഇന്നത്തെ ലോകം ഇതാണ് എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊള്ളുക. അങ്ങനെ ബറബാസിനെ അവർ പുറത്തു വിട്ടു. നമുക്കൊന്നുകൂടെ ചിന്തിക്കാവുന്ന ഒരു ആത്മീകാര്യം, ദൈവസഭയ്ക്ക് വേണ്ടിയും ദൈവനാമത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടിയും ഇങ്ങനെയുള്ള ബറബാസന്മാരെ അല്ല ആവശ്യമായിരിക്കുന്നത്. ആത്മഭാരമുള്ളവരെ, കരയുന്നവരെ, നിലവിളിക്കുന്നവരെയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കന്മാരെ കൊണ്ടൊന്നും നമ്മളെ സഹായിക്കാൻ പറ്റുകയില്ല. പലപ്പോഴും രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ മഹായോഗങ്ങളിലൊക്കെ യേശു രക്ഷിതാവെന്നൊക്കെ പറയും. എന്നാൽ എൻ്റെ ഒരു ചോദ്യമുണ്ട്, ഈ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ ഏതെങ്കിലും സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് യേശു മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രപ്പാടാണ്. നമ്മളെ ആളുകൾ കൈയടിക്കും. കേടിയുണ്ട് അല്ലേലിയോ വരുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഇവരൊക്കെ മാനസാന്തരപ്പെടും. നല്ല സഹോദരങ്ങളെ, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ ആത്മീയ മണ്ഡലത്തിലെ രാഷ്ട്രീയക്കാരെ കൊണ്ടൊരാവശ്യമില്ല. അവരെ ഭരിച്ചോട്ടെ, അവരെന്തും ചെയ്തോട്ടെ. പക്ഷെ നമ്മുടെ ആത്മീയ മണ്ഡലത്തിലെ ഇവർക്ക് അവസരങ്ങൾ കൊടുക്കാതിരുന്നാൽ നല്ലതാണ് എന്നുള്ള കാര്യം കൂടെ എൻ്റെ ഒരു എളിയ സന്ദേശം ഓർപ്പിച്ചു കൊള്ളുന്നു. നമ്മുടെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ത്യാഗ മനോഭാവമുള്ളവരെയാണ് ആവശ്യം. കഷ്ടപ്പെടുന്നവരെയാണ് ആവശ്യമായിരിക്കുന്നത്. പ്രാർത്ഥന വീരന്മാരെയാണ് ആവശ്യമായിരിക്കുന്നത്. ഉപവസിക്കുന്നവരാണ് ആവശ്യമായിരിക്കുന്നത്. ഈ നാളുകളിൽ അത് വർദ്ധിക്കട്ടെ എന്നുള്ളതായ ചെറിയ സന്ദേശത്തോടുകൂടി എൻ്റെ ഇവിടുത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു. തുടർന്ന് ക്ലാസ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്ത് പ്രിയമുള്ളവരെ, നമ്മൾ പോകുവാൻ തയ്യാറാക്കുക. എന്നും പറയുന്നൊരു കാര്യമാണ്, ഭാരതത്തിലൊരു വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. നിങ്ങളും അംഗമാകൂ. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.